നിങ്ങളെ കാത്തിരിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ച് മാത്രം കേൾക്കുക. എൻ്റെ കാർഡുകളുടെ ശക്തി ഡൗൺ ആയിട്ടൊന്നുമില്ല, അതുപോലെ തന്നെയാണ്. ഭയങ്കര എനർജിയാണ് ഇവിടെ വരുന്നത്. ചില നെഗറ്റീവ് എനർജികൾ വന്നപ്പോൾ ഞാനത് ഇന്നലെ പറഞ്ഞു. ഇവിടെ കാണുന്നതാണ് പറയുന്നത്. ചിലപ്പോൾ അതുപോലുള്ള ആളുകളായിരിക്കാം. അപ്പോൾ താഴെ പലരും വന്ന് കമൻ്റ് ഇട്ടു, ഇതുപോലുള്ള അനുഭവമാണ് ഞങ്ങൾക്കെന്ന്. അപ്പോൾ ഇതുപോലുള്ളവർ കാണാനിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള മെസ്സേജുകൾ എനിക്ക് തരേണ്ടി വരുന്നത്. പോസിറ്റീവ് ആണെങ്കിൽ അത് തന്നെ പറയും. നമുക്ക് പോസിറ്റീവ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രണയത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു തരാൻ പാടില്ല എന്നുള്ള മനസ്സുള്ള ചില ആളുകളെ കണ്ടു. കാർഡുകളിൽ എന്തു വന്നാലും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യം മാത്രം പറയുക എന്നുള്ള ഉദ്ദേശമാണ് ഇവർക്കുള്ളത്. ദയവായി അത്തരക്കാർ മാറിപ്പോവുക. ഞാനിവിടെ കിട്ടുന്ന ആ എനർജികൾ മാത്രമേ പറയുള്ളൂ. വ്യൂ കൂട്ടാനോ അല്ലെങ്കിൽ കൂടുതൽ സബ് പ്രതീക്ഷിച്ചോ അല്ല ഞാനിവിടെ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. സബ് ചെയ്ത് മാത്രം കാണുക, പ്രാർത്ഥിച്ച് മാത്രം കാണുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള കാർഡുകളായിരിക്കണമെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ഒരു മെസ്സേജ് ഉണ്ടാവണമെങ്കിൽ സബ് ചെയ്ത് മാത്രം കണ്ടാലാണ് വരുള്ളൂ. നിങ്ങളൊരു പ്രൈവറ്റ് റീഡിംഗ് എടുക്കുമ്പോൾ കിട്ടുന്ന ഫലങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. ഒരുപാട് കാർഡുകൾ എടുക്കുന്നില്ലേ, എല്ലാം ലവിനെ കുറിച്ചല്ലേ പറയുന്നത്. ഇപ്പോൾ വേറൊരു വിഷയം നമ്മൾ പറയുന്നില്ല. ഞാനിവിടെ ഒന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? അവരിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്താണ്? അതിൻ്റെ കാരണം ഇതാണ്. അതാണ് നമ്മൾ പറയുന്നത്. പൂജകളും മന്ത്രങ്ങളും ഒക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം എല്ലാവരുടെ കാർഡുകൾ പോലെയല്ല ഇവിടെ ഇത്തിരി പവർഫുള്ളായ കാർഡുകളാണ് വരുന്നത്. അതുകൊണ്ടാണ് നെഗറ്റീവ് ശക്തിൻ്റെ അതും കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് വരിക. ഇതാണ് നിങ്ങൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞു തരുന്നത്. അക്സെപ്റ്റ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്കത് മാറ്റിയിട്ടൊന്ന് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾ കുറേ ആളുകളൊക്കെ വന്ന് പറയുന്നുണ്ട് നിങ്ങളെ വിളിച്ചു കണ്ടു സന്തോഷമായി എന്നൊക്കെ. എനിക്കും സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ ആ ഭഗവാന്റെ സന്ദേശങ്ങൾ എന്താണ് നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് എന്ന് നോക്കാം. ഇവിടുന്ന് നിങ്ങൾക്ക് തൃപ്തികരമായ ഒരു ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ പരിഹാരം കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട്. ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണെങ്കിൽ പരിഹാരം കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട്. സാത്വികമായ പൂജകൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഇനി നമുക്ക് ഇന്നത്തെ സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 5 വാണ്ടാണ് ആദ്യത്തെ കാർഡ്. പഞ്ചബാണ്. ഇനി ഹെരഫൻ്റാണ് കർദിനാൾ. ഹെർമിറ്റാണ് സന്യാസി. 3 സോഡ്സ് മൂന്നാമത്തെ ഒരു വ്യക്തിയുണ്ട്. 10 വാണ്ട് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. സണ്ണ് എല്ലാം മായ്ക്കാനാണ് വെളിച്ചത്തിൻ്റെ രാജകുമാരൻ വരുന്നത്. എന്നാൽ ഇവിടെ ഒരു പകയോടുകൂടി ഇരിക്കുന്ന ഒരു ലേഡി കണ്ടോ? പിന്നെ ഞാൻ എങ്ങനെയാണ് നല്ലതാണെന്ന് പറയുക? ലിബ്ര വന്നിട്ടുണ്ട്. നിങ്ങളോട് ശത്രുതയുള്ള ആരും ഉണ്ട്, അത് മനസ്സിലാക്കുക. 3 പെൻഡക്കിളാണ്. നിങ്ങളെ അടിച്ചമർത്താനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യാനുള്ളൊരു വിൽ പവർ ഉണ്ട്. ടെമ്പറൻസ് വന്നിട്ടുണ്ട്. സെലിബ്രേഷനുകളുടെ കാലമാണ്. 10 പെൻഡക്കിളും വന്നിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന രാശികൾ മകരത്തിൽ ചൊവ്വ, ധനുവിൽ വ്യാഴം, തുലാത്തിൽ ശനി, കന്നിയിൽ ബുധൻ. ഇങ്ങനെയൊക്കെയാണ് പ്ലാനറ്റുകളും രാശികളും വന്നിരിക്കുന്നത്. എല്ലാം പറയാൻ നിന്നാൽ കുറച്ച് സമയമാവും. കുറച്ച് പറഞ്ഞതാണ്. ഇനി നമുക്ക് നക്ഷത്രങ്ങൾ നോക്കാം. വിശാഖം, അനിഴം, തൃക്കേട്ട, ഉത്രാടം, തിരുവോണം, അവിട്ടം, അശ്വതി, ഭരണി, കാർത്തിക. ഇതൊക്കെയാണ് നക്ഷത്രങ്ങൾ വന്നിരിക്കുന്നത്. 3 2 തവണയാണ് വന്നിരിക്കുന്നത്. 14 വന്നിട്ടുണ്ട്. 5ഉം 2 തവണ വന്നിട്ടുണ്ട്. 9 വന്നിട്ടുണ്ട്. 10 വന്നിട്ടുണ്ട്. 9ഉം 2 തവണയാണ് വന്നിരിക്കുന്നത്. 19 വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്പറുകൾ. എല്ലാം റിപ്പീറ്റായി വന്നിട്ടുണ്ട്. 5 2 തവണ, 9 2 തവണ, 3 2 തവണ. ഇതിൻ്റെ പുറകിലും മറഞ്ഞിരിക്കുന്നൊരു അഫർമേഷൻ വാക്കുണ്ട്, സ്വിച്ച് വേർഡ് ഉണ്ട്. ഡിവൈൻ, ടുഗദർ, റീസ്റ്റോർ ലവ്. ഇതാണ് ആ സ്വിച്ച് വേർഡ്. ഞങ്ങളുടെ ഈ ദിവ്യമായ സ്നേഹേ ഒരിക്കലും പിരിയാനോ അവസാനിക്കാനോ പാടില്ല, പുനഃസ്ഥാപിക്കണം. അഥവാ എന്തെങ്കിലും ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ റീയൂണിയൻ ആക്കി തരണം. ഇത് പവർഫുള്ളായൊരു സ്വിച്ച് വേർഡാണ്. ഇത് നിങ്ങൾ പറയണം എന്നാണ് പറയുക. ഈ നമ്പറുകൾ കിട്ടുമ്പോൾ ഈ വേർഡ് ഇങ്ങനെ 21 തവണയൊക്കെ പറയണമെന്നാണ് പറയുക. ഞാനിവിടെ പറയുന്നത് അതല്ല. അകന്ന് നിൽക്കുന്നവർ റീയൂണിയന് സമയമായ പോലെയാണ് ഈ മറഞ്ഞിരിക്കുന്ന മന്ത്രം നമ്മളോട് പറയുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം. ആദ്യത്തെ കാർഡ് 5 വാണ്ട്. 5 വാണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആർഗ്യൂട്ട് ആവാൻ സാധ്യതയുണ്ട്.
കോൺഫ്ലിക്റ്റ്, ഡിസഗ്രിമെൻറ്റ്, ചാലഞ്ച്, കോമ്പറ്റീഷൻ, ടെൻഷൻ. ഇത്രയും നെഗറ്റീവാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടാവാം, നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാവാം, വിയോജിപ്പ് ഉണ്ടായിട്ടുണ്ടാവാം, മത്സരം ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് നമ്മൾ 5 ആണ്ട് വരുമ്പോൾ പറയുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ആർഗ്യൂ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മത്സരിക്കാൻ ആരെങ്കിലും ഉണ്ടാവാം നിങ്ങളെ കൂടാതെ. ഇവിടെ നിൽക്കുന്നത് ലോർഡ് ഓഫ് സ്ട്രൈഫാണ്, കലഹത്തിൻ്റെ പ്രഭു. ആദ്യത്തെ കാർഡ് തന്നെ ഇങ്ങനെ വന്നാൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യം പറയാൻ എനിക്കറിയില്ലല്ലോ, നമ്മൾ പഠിച്ചതല്ലേ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തിനോ കലഹം ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങൾക്കിടയിൽ കലഹം ഉണ്ടാക്കിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ അല്ലെങ്കിൽ അവരെ ആഗ്രഹിക്കുന്ന മറ്റൊരാൾ ഇടയ്ക്ക് കയറി കള്ളങ്ങളും പല കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ഈ സമയത്ത് ഞാൻ പറയേണ്ട 5 ആണ്ട് വന്നപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല പ്രണയത്തിലാണെന്ന്. ഇതാണ് വിരോധാഭാസമായി മാറുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുന്നത് കലഹത്തിൻ്റെ പ്രഭുവാണ്. നിങ്ങളെ കലഹിപ്പിച്ച് അകറ്റാൻ വേണ്ടിയിട്ടാണ് ഇയാൾക്ക് താല്പര്യം. ഇനി ഇരട്ട മുഖവുമായി നിൽക്കുന്നത് ഇടവത്തിലെ ശുക്രനാണ്. അത് ശാരീരിക ബന്ധം, ഫിസിക്കൽ ബന്ധം എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. ഒരു പക്ഷേ അവർക്കൊരു പങ്കാളി ഉണ്ടെങ്കിൽ അവർ കലഹ സ്വഭാവമായിട്ടുള്ള ആളായിരിക്കാം, നിങ്ങൾ രണ്ടുപേരും ആയിരിക്കില്ല. അവർക്കൊരു പങ്കാളി ഉണ്ടെങ്കിൽ അവരോട് കലഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ കലഹിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാളായിരിക്കാം. ഇടവത്തിലെ ശുക്രൻ എന്ന് പറഞ്ഞ അഹങ്കാരത്തിൻ്റെ രാജാവാണ്. അതൊരു പക്ഷേ അവരുടെ പങ്കാളി ആയിക്കൂടെ, അല്ലെങ്കിൽ ഇവർ തന്നെ ആയിരിക്കാം. പങ്കാളിയെ പരിഗണിക്കുന്നുണ്ടാവില്ല, നിങ്ങളോടായിരിക്കും അവർക്ക് താല്പര്യം, അങ്ങനെയും വരാം. പങ്കാളി ഞാൻ ആദ്യം പറഞ്ഞ പോലുള്ള ആളാണേ, കലഹത്തിൻ്റെ പ്രഭുവാണേ. പിന്നെ എങ്ങനെയാണ് അവരെ സ്നേഹിക്കാൻ കഴിയുക? എന്തിനും ഏതിനും കുറ്റം പറയുന്ന ഒരു പങ്കാളിയായിരിക്കാം, അതിൽ സ്റ്റക്കായിട്ടുണ്ടാവാം. അപ്പോഴാകും നിങ്ങളുടെ ബന്ധം തുടങ്ങിയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും എന്നാണ് ഇവിടെ ശുക്രൻ പറയുന്നത്. അഹങ്കാരിയാണല്ലോ, അതുകൊണ്ട് തന്നെ എന്നെ കീഴടക്കാനൊന്നും നോക്കണ്ട, ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കൂ എന്നൊരു തണ്ടുള്ള ആൾ തന്നെയാണ്, അതില്ലെന്ന് പറയില്ല. മകരത്തിലെ ചൊവ്വ പറയുന്നത് ദി ലോർഡ് ഓഫ് മെറ്റീരിയൽ വേൾഡ് എന്നാണ്. ഭൗതികമായ ലോകത്തിൻ്റെ പ്രഭുവാണ് മകരത്തിലെ ചൊവ്വ നിൽക്കുന്നത്. ഇത് ആഡംബരപ്രിയമുള്ള ആളായിരിക്കാം, നിങ്ങളെ ഭയങ്കര സ്നേഹമായിരിക്കാം. ഈ ഭൂമിയിലെ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ സന്തോഷങ്ങളും ഞാൻ അനുഭവിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന ഭാവത്തിൽ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്നും നിങ്ങളുമായിട്ട് നല്ല നല്ല ദിവസങ്ങൾ ആഘോഷിക്കണം, ആസ്വദിക്കണമെന്നും ഈ പ്രണയം അവർക്ക് ലൈഫ് ലോങ് വേണമെന്നും ആഗ്രഹമുണ്ട്. ആഗ്രഹം മാത്രമേ ഞാനിവിടെ പറയൂ. എന്നാൽ ഈ പ്രഭുവിന് മറ്റൊരു സ്വഭാവമുണ്ട്. മകരത്തിൽ ചൊവ്വ വന്നു കഴിഞ്ഞാൽ അമിതമായിട്ട് ദേഷ്യപ്പെടും. നിങ്ങളുടെ പങ്കാളി നിങ്ങളോടോ നിങ്ങൾ അവരോടോ, ഇതുമല്ലെങ്കിൽ മൂന്നാമത്തെ വ്യക്തി ഇയാളും തമ്മിൽ അങ്ങനെ ഇരിക്കാം. അമിതമായ കോപം, അമിതമായ വെല്ലുവിളികൾ, അമിതമായ ക്ഷീണം, അതും പറയുന്നുണ്ട്. ഇയാൾക്ക് എപ്പോഴും ക്ഷീണം ഉണ്ടാവും. ഇങ്ങനെ ആർഗ്യൂ ഉണ്ടാവുമ്പോൾ ഭയങ്കര എനർജറ്റിക്കായിട്ടൊക്കെ തർക്കിക്കാൻ നിൽക്കും. അത് കഴിഞ്ഞാൽ ഒരു ക്ഷീണഭാവത്തിലേക്ക് അവർ മാറും. അത്രയും എനർജി കളയും എന്നാണ് അതിൻ്റെ അർത്ഥം. അത്രയും എനർജി കളയാൻ പാടില്ല, അത് ആരോഗ്യത്തിനെ ബാധിക്കും. നിങ്ങളായാലും അവരായാലും മെസ്സേജുകളിലൂടെ ആണെങ്കിലും നേരിട്ട് കാണുമ്പോഴുള്ള വഴക്കിലായാലും ഇങ്ങനെ എനർജിയാണ് ലോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് നടക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നെഗറ്റീവ് പറയാതെ വയ്യ. പക്ഷേ ആ വ്യക്തി ഒന്ന് ചിന്തിച്ചാൽ അത് നേടിയിരിക്കും എന്നാണ് ഇവിടെ മകരത്തിലെ ചൊവ്വ പറയുന്നത്. ഇനി തുലാത്തിലെ ശനിയാണ് വന്നിരിക്കുന്നത്. ആൾ വെറുതെ വിടില്ല. ഇവിടെ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് സാഡ്നെസ് ഉണ്ടാവും, ഇൻറ്റേർണൽ പെയിൻ ഉണ്ടാവും, ഉള്ളിൻ്റെ ഉള്ളിൽ വേദന തോന്നുന്ന, ദുഃഖം തോന്നുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകും. അത് ഈ തേർഡ് പാർട്ടി കാരണമായിരിക്കാം. തേർഡ് പാർട്ടി നിങ്ങൾക്കുമാവാം അവർക്കുമാവാം. എന്തായാലും നിങ്ങൾ കുറച്ചൊക്കെ അനുഭവിക്കുന്നവരാണ്, അതിൽ നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ലിലിത്താണ് വന്നിരിക്കുന്നത്. മിഡിൽ വേ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്കിടയിൽ ഒരു മാർഗമുണ്ട്, രണ്ടുപേർക്ക് മധ്യത്തിൽ. അതൊരാളാണ്, ഒരു വ്യക്തി ഉണ്ടെന്നാണ് പറയുന്നത്. മിഡിൽ വേ എന്ന് പറഞ്ഞാൽ മധ്യമാർഗം എന്നാണ്. മൂന്നാമത്തെ ഒരു വ്യക്തി ശക്തമായി തന്നെ ഇവിടെ ഉണ്ട്. അത് കാരണമായിരിക്കണം നിങ്ങൾക്കിങ്ങനെ പെയിൻഫുള്ളായ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവുക. മധ്യമാർഗം എന്ന് പറഞ്ഞാൽ ഇരുവഴി പിരിയുക. അതുകൊണ്ടാണല്ലോ ഇടയിലൊരു വഴി ഉണ്ടാവുന്നത്. രണ്ടാളും രണ്ട് വഴിക്ക് പിരിഞ്ഞിട്ടുണ്ടാവാം. അതിൻ്റെ കാരണം മൂന്നാമത്തെ വ്യക്തിയാവാം. അമിതമായ കോപം ഈ സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവാം. അമിതമായ ടെൻഷനുകൾ ഉണ്ടാവാം. ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അനന്തരഫലമായിട്ട് ഇവിടെ പറയുന്നു സോൾ സെർച്ചിങ് ഗൈഡൻസ് എന്ന്. അവനവൻ്റെ ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിടയിലൊരു സംതൃപ്തി രണ്ടുപേർക്കും കിട്ടുന്നില്ല. ആ വ്യക്തി ഉറച്ച നിലപാടാണ്, നിങ്ങളും അവരെ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ നിങ്ങൾക്ക് ഇരുവഴി പിരിയേണ്ടി വന്നു.
അതുകൊണ്ടാണല്ലോ ഈ മധ്യമാർഗം വന്നത്. അങ്ങനെ വരാനുള്ള കാരണം ഒരുപാട് പ്രശ്നക്കാരനായ ഒരു തേർഡ് പാർട്ടിയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ നെഗറ്റീവായ സൈഡുകളൊക്കെ വന്നിട്ടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഏട്ടന്മാർക്ക് പിടിക്കില്ല. കാരണം കാർഡ് എടുത്തത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയണം. ആദ്യം തന്നെ വന്നിരിക്കുന്ന കണ്ടില്ലേ, കലഹമാണ്, സംഘർഷമാണ്, മാനസിക സമ്മർദ്ദമാണ്, അമിതമായ കോപമാണ്, ആവശ്യമില്ലാത്ത വഴക്കുകളാണ്, ഓവർവെൽമിങ് ഡിമാൻഡ്സാണ് 10 വാണ്ട് തരുന്നത്. അമിതമായ ആവശ്യങ്ങൾ ഈ തേർഡ് പാർട്ടി അങ്ങനെ ഇവരോട് ആവശ്യപ്പെടുന്നുണ്ടാവും. ഇവിടെ അമിതമായ ഭാരം ചുമക്കുന്ന സ്ട്രെസ്സുള്ള ഒരാളെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയോ അവർക്ക് വേണ്ടിയോ മത്സരിക്കാൻ ഒരാളുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ആദ്യത്തെ കാർഡ് മുതൽ തന്നെ 10 വാണ്ട് വരെ സമ്മർദ്ദങ്ങളെക്കുറിച്ച് മാത്രം പറയുന്നത്. ടെമ്പറൻസ് പറയുന്നു ബാലൻസിങ്ങിൽ വരൂ, നിങ്ങളുടെ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കൂ, നിങ്ങളെല്ലാം ഈശ്വരനെ ഏൽപ്പിക്കുക. നിങ്ങൾക്ക് വരേണ്ട എല്ലാ കാര്യങ്ങൾക്ക് പിറകിലും ഒരു ഈശ്വരൻ്റെ സാന്നിധ്യമുണ്ട്. പിന്നെ ആവശ്യമില്ലാത്തടത്തൊക്കെ ശനി വന്നതുകൊണ്ട് തന്നെ കർമ്മയാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരു കർമ്മബന്ധമാണ്, സോൾമേറ്റാണ്, ടെൻ ഫ്ലെയിമാണ് എന്നൊന്നും എനിക്കിവിടെ പറയാൻ പറ്റില്ല. ധനുവിൽ ശനി വന്നിട്ടുണ്ട്, ചിങ്ങത്തിൽ ശനി വന്നിട്ടുണ്ട്. അങ്ങനെ ശനി ആവശ്യമില്ലാത്ത എല്ലാ രാശികളിലും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർമ്മയായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കാത്ത ഇടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എതിർപ്പുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടാണെങ്കിൽ അത് ലോസായിക്കൊണ്ടിരിക്കുക, നഷ്ടമായിക്കൊണ്ടിരിക്കുക. ഈ മാനസികമായിട്ട് ഇൻറ്റേർണൽ പെയിനാണ്, എപ്പോഴും ദുഃഖമാണ്, ആഴത്തിലുള്ള ദുഃഖങ്ങളാണ് കാണിക്കുന്നത്. ഇനി എപ്പോഴും സ്ട്രെസ്സാണ്, സമ്മർദ്ദമാണ്, എപ്പോഴും ഓവർ തിങ്കിങ് ആണ്, അമിതമായി ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഓഫീസിലൊക്കെ ഒരു ടീം വർക്കിൽ നിങ്ങൾ ഏർപ്പെട്ടാൽ അവിടെ മത്സരിക്കാൻ ഒരാളുണ്ടാവും. നിങ്ങൾക്ക് മുകളിൽ ഒരു ലീഡർഷിപ്പുമായിട്ടുള്ള ആളുണ്ടാവും. നിങ്ങളായിരിക്കുക ലീഡർ, നിങ്ങൾക്കായിരിക്കുക കഴിവ് കൂടുതൽ, പക്ഷേ അംഗീകരിക്കില്ല. പ്രണയത്തിലും ഇത് തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരുമാണ് ചേരേണ്ടവർ. നിങ്ങൾ രണ്ടുപേരും സ്നേഹിക്കുന്നു എന്ന് രണ്ടുപേർക്കും അറിയാം, പക്ഷേ രണ്ടുപേരെയും ചേരാൻ സമ്മതിക്കില്ല. ഇവിടെ ഒരു തേർഡ് പാർട്ടി ശക്തമാണ്. അത് നെഗറ്റീവ് ക്യാരക്ടറായിട്ടാണ് വന്നിരിക്കുന്നത്. ലിലിത്താണല്ലോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ലിബ്ര എപ്പോഴും മേ ബി എന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒരു പക്ഷേ കിട്ടാം, അല്ലെങ്കിൽ കിട്ടാതിരിക്കാം. നിങ്ങളുടെ പ്രണയത്തിൽ ഓക്കെ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങളുടെ എല്ലാ ഭാഗത്തുമാണ് ഞാൻ പറയുന്നത്. പ്രണയമാണ് നമ്മളിവിടെ നോക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഒന്ന് വേണോ വേണ്ടേ, അല്ലെങ്കിൽ കിട്ടുമോ കിട്ടില്ലേ, എങ്ങനെ ഒരു സംശയം തീരുന്നില്ല. ആ അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഹെരഫൻ്റാണ് കുറച്ച് തണ്ടുമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ അത്ര വേഗം ആർക്കും തളർത്താൻ കഴിയില്ല. നിങ്ങളങ്ങനെയല്ല, നിങ്ങൾ തളർന്ന് താഴത്ത് വീണ ആളാണ്. അതാണ് ഹെരഫൻ്റ് പറയുന്നത്. ഹെർമിറ്റ്, നിങ്ങൾക്ക് വേണ്ടി ഹെർമിറ്റും അയാൾക്ക് വേണ്ടി ഹെരഫൻ്റുമാണ് വന്നിരിക്കുന്നത്. ഹൈ ലോ എനർജികളാണ് ഇവിടെ പറയുന്നത്. ഹെർമിറ്റിൻ്റെ ലോ എനർജിയാണ്. ഹെരഫൻ്റ് അങ്ങനെയല്ല, നല്ല ഹൈ എനർജിയാണ്. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ ബാലൻസിങ്ങിൽ വരില്ല. നിങ്ങളുടെ എനർജികൾക്ക് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവില്ല. അതാണ് ഇവിടെ ടെമ്പറൻസ് പറയുന്നത്. രണ്ടുപേരും രണ്ട് വിധത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അത് മാറ്റി നിങ്ങൾ ഹൈ എനർജിയിലേക്ക് വരണം. അപ്പം മാത്രമേ നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടാവുള്ളൂ, നിങ്ങളുടെ പ്രണയത്തിൽ ഒരു വിജയം ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി പരിശ്രമിക്കൂ എന്നാണ് ടെമ്പറൻസ് പറയുന്നത്. ബാക്കി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം. തലച്ചുമടുമായി നടക്കുന്ന ഒരാളുണ്ട്, ഹൃദയവേദനയുമായി നടക്കുന്ന ഒരാളുണ്ട്, കണ്ണു കാണാതെ നടക്കുന്ന ഒരാളുണ്ട്, സ്ഥല ജല വിഭ്രാന്തി എന്ന് അറിയില്ലേ, അതുപോലെ നടക്കുന്ന ഒരാളുണ്ട്, ലക്ഷ്യബോധം നഷ്ടപ്പെട്ട ആളുണ്ട്, എപ്പോഴും കലഹിക്കുന്ന ആളുണ്ട്. ഇതെല്ലാം നിങ്ങളല്ല, നിങ്ങൾക്കിടയിലായിരിക്കാം ഈ കലഹിക്കുന്ന ആൾ. രണ്ട് ആചാരങ്ങൾ ആചരിക്കുന്നവരുണ്ട്, രണ്ട് മതമായിരിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട്. പക്ഷേ നിങ്ങളുടെ മനസ്സുകളെക്കുറിച്ച് മാത്രം, പ്രണയത്തിനെക്കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ അത് പങ്കുപറ്റാനും നിങ്ങളെ മത്സരിച്ച് അകറ്റാനും വേണ്ടി ഒരു ലിലിത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രണയം എപ്പോഴും മേ ബി എന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. കിട്ടുമോ കിട്ടില്ലെന്ന് അറിയില്ല. നിങ്ങൾക്ക് പോലും ഒരു തീർച്ച വന്നിട്ടില്ല, അവർക്കും ഒരു തീർച്ച വന്നിട്ടില്ല. അവർ ഉറച്ച് നിൽക്കുന്നൊക്കെ ഉണ്ട്, അവരുടെ എനർജിയൊക്കെ ഹൈ ആണ്. പക്ഷേ നിങ്ങൾ ഡൗൺ ആണ്, കിട്ടില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. ഇത് അവിവാഹിതരാണെങ്കിൽ വീട്ടുകാർ സമ്മതിക്കില്ല എന്നുള്ള പേടിയിലാണ്. രണ്ട് ജാതി, രണ്ട് മതം, രണ്ട് സാമ്പത്തികം, രണ്ട് തരം ജോലി, രണ്ട് തരം തറവാട്ടു മഹിമകളായിരിക്കാം. ഇങ്ങനെ ഒരുപാട് ഏറ്റക്കുറച്ചിലുകൾ നിങ്ങൾക്കിടയിലുണ്ട്. മിക്കവാറും ഇത് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുമെന്ന തോന്നലാണ് നിങ്ങളെ നെഗറ്റീവ് അടുപ്പിക്കുന്നത്. അവരങ്ങനെയല്ല, ഞാൻ നിന്നെ തന്നെ സ്വീകരിക്കുമെന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ടെമ്പറൻസ് പറയുന്നത്. നിങ്ങളൊന്ന് ഓക്കെ ആയിരിക്കൂ, ഞാൻ കൊണ്ടുത്തരാ എന്നാണ് പറയുന്നത്. വാളോയിങ് ദ പാസ്റ്റ്, അതാണ് ഇവിടെ പറയുന്നത്. ഭൂതകാലത്തിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കാതിരിക്കുക, മുന്നോട്ട് വരൂ. നിങ്ങളിങ്ങനെ ഡൗൺ ആവണ്ട.
അവർക്ക് പലതും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. നിങ്ങൾക്കും ഈ വാക്കിൻ്റെ പുറകിൽ വലിയൊരു സത്യമുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ട്രോമ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. നിങ്ങളുടെ മനസ്സിൽ മുറിപ്പാട് തീർക്കുന്ന എന്തെങ്കിലും വാക്കോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയോ മറ്റാരിൽ നിന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മറക്കാൻ കഴിയാതെ നിങ്ങളതിങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുകയാണെങ്കിൽ, ഇന്നലെയാണ് ഞാനൊരു റീല് കണ്ടപ്പോൾ ഒരാൾ പറയുന്നുണ്ട്, നിങ്ങൾ കയ്യിൽ മുറിവുള്ളപ്പോൾ ഒരു കല്ലിട്ട് ഞെക്കിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ആ മുറിവ് കൂടുതൽ കൂടുതൽ വലുതാവും, അതിൽ നിന്ന് ബ്ലഡ് വരും, ആ മുറിവ് കൂടുതൽ പഴുക്കും, അപ്പോൾ നിങ്ങൾക്ക് പെയിൻ കൂടും. അപ്പോഴും നിങ്ങളിങ്ങനെ അമർത്തി അമർത്തി പിടിക്കുകയാണ് ആ കല്ല്. അപ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക? അതുപോലെയാണ് മനസ്സിൽ നെഗറ്റീവായ ചിന്തകളുള്ളപ്പോൾ ആ കല്ലങ്ങ് താഴേക്കിടുമ്പോഴാണ് നിങ്ങളുടെ മുറിവ് പതിയെ പതിയെ ഉണങ്ങാനുള്ള സാധ്യത എന്ന് പറയുന്നത് വലിയൊരു ഉദാഹരണമായിട്ട് എനിക്ക് തോന്നി. ഈ കല്ല് പോലെയാണ് ചില ആളുകൾ പറഞ്ഞ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ നമ്മളെ ഇങ്ങനെ വ്രണമാക്കിക്കൊണ്ടിരിക്കും. അതുപോലെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെന്നാണ് ഈ വാക്ക് പറയുന്നത്. അതിൽ നിന്ന് പുറത്തേക്ക് വരൂ, അതിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കാതിരിക്കൂ. അത് നിങ്ങളെ കൂടുതൽ നീറ്റും, കൂടുതൽ മുറിവുണ്ടാക്കും. അപ്പോൾ നിങ്ങൾ കൂടുതൽ നെഗറ്റീവ് അടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല കാര്യം വരാൻ പോകുന്നില്ല. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ അവരെയും സ്നേഹിക്കുന്നുണ്ട്. ലിലിത്ത് പോലുള്ള പല ആൾക്കാരും നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവാം. അവർ ചീറ്റുന്നതെല്ലാം വിഷമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതം ടോക്സിക് ആവണോ, അതോ നിങ്ങളൊരു ഡിവൈൻ കണക്ഷനാണെന്ന ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കാതെ മുന്നോട്ട് പോരൂ. നിങ്ങളെ അടിച്ചമർത്താൻ പലരും ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ പല ഏഷണികൾ കൊണ്ടുവരാനും പലരും ഉണ്ടാവും. നിങ്ങളുടെ പ്രണയത്തെ രണ്ട് വഴിക്കാക്കി മധ്യഭാഗമൊക്കെ വന്നു ഇവിടെ, അതുപോലെ ആക്കാനൊക്കെ ആൾക്കാരുണ്ടാവാം. പക്ഷേ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ ലൈഫ് എങ്ങനെ വേണം എന്നുള്ളത്. കണ്ണ് കാണാതെ നടക്കുക അല്ലെങ്കിൽ കണ്ണടച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്ക് കയ്യിൽ വിളക്ക് കൊടുത്ത പോലെയാണ്. നിങ്ങളുടെ കയ്യിൽ വിളക്കുണ്ട്, നിങ്ങൾ ആ കണ്ണൊന്ന് തുറന്നാൽ മതി, നിങ്ങൾക്ക് മുന്നിലെ വഴി അങ്ങ് തെളിഞ്ഞു കാണും. അതിനും ഈ മധ്യമാർഗം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മിഡിൽ വേ മാർഗമല്ലേ നമുക്ക് പ്രധാനം. ഇതിലൂടെ കടന്നു പോകാനല്ലേ നിങ്ങൾ പാടുപെടുന്നത്. അത് പ്രണയമാവാം, ജീവിതം മൊത്തമാവാം. അതുകൊണ്ട് നിങ്ങളൊന്ന് വിളക്ക് കത്തിച്ച് കയ്യിൽ പിടിച്ച് കണ്ണടയ്ക്കാതിരിക്കൂ എന്നാണ് പറയുന്നത്. ഈ കണ്ണടയ്ക്കുക എന്നുള്ളത് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെയാണ് പറയുന്നത്. അതൊന്നും മാറി വരിക. അവർ നിങ്ങൾക്ക് സ്നേഹം തന്നിട്ടുണ്ട്, എല്ലാ രീതിയിലും നിങ്ങൾ അടുത്തിട്ടുണ്ട്, ഫിസിക്കൽ ബന്ധം വരെ ഉണ്ട്. അത് തന്നെയാണ് ഞാൻ കാണുന്നത്. എല്ലാം ഓക്കെ ആക്കുന്ന വെളിച്ചത്തിൻ്റെ തമ്പുരാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. സൺ, ഭാഗ്യം, വിജയം, സന്തോഷം, ഐക്യം, ഇതൊക്കെയാണ് സണ്ണിൻ്റെ കയ്യിലിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ സാഡ്നെസ്സിൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ പെയിനിൽ നിങ്ങളിങ്ങനെ എനിക്കിനി വേദന തരൂ എന്ന് പറഞ്ഞിട്ട് മുറിവിൽ കല്ലമർത്തി പിടിച്ച പോലെ അങ്ങനെ ആ വേദനയെ അമർത്തിയിട്ട് നിങ്ങളുടെ വ്രണം വലുതാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. തേർഡ് പാർട്ടി ഉണ്ടാവാം, ഒരുപക്ഷെ അവരുടെ പങ്കാളി തന്നെയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തട്ടിപ്പറിക്കാൻ വന്ന ഒരു തേർഡ് പാർട്ടി ആവാം. നിങ്ങൾ അതിനെ അങ്ങ് വലിച്ചെറിയുക, അവരെ മനസ്സിൽ നിന്ന് അങ്ങ് കളയുക. നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം തീരുമാനിക്കുക. തേർഡ് പാർട്ടിക്കുള്ളതാണ് ഈ വ്യക്തിയെങ്കിൽ ഒരിക്കലും നിങ്ങൾ എത്ര പെയിൻ അനുഭവിച്ചാലും അവർ നിങ്ങളിലേക്ക് വരില്ല. ഇനി നിങ്ങൾക്കുള്ളതാണ് ഈ പങ്കാളിയെങ്കിൽ പിന്നെ എന്തിനാണ് പെയിൻ അനുഭവിക്കാൻ നിൽക്കുന്നത്? നിങ്ങളുടെ പങ്കാളിയല്ലേ, നിങ്ങളിലേക്ക് വരില്ലേ? രണ്ടായാലും നിങ്ങൾ കുറച്ച് ഹാപ്പി ആയിരിക്കൂ. 3 പെൻറ്റക്കിളാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ പെൻറ്റക്കിൾസിൻ്റെ എനർജി, ഭൂമിയുടെ എനർജി, ഇനി ജൂപ്പിറ്റർ അനുഗ്രഹിക്കാൻ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോൾ പോസിറ്റീവ് എനർജികളൊന്നും കാണാതെ നെഗറ്റീവിലേക്ക് തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. അത് പാടില്ല. അവരെ പോലെ തന്നെ ഹൈ എനർജി ആകുമ്പോഴാണ് നിങ്ങൾക്കൊരു ഓക്കെ എന്നുള്ള ആൻസർ ഇവിടെ തരാൻ പറ്റൂ. നിങ്ങൾ ഓക്കെ അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. സങ്കടത്തിലാണ്. അതിന് കാരണം ലിലിത്താണ്. എന്തൊക്കെ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ഞാൻ പറഞ്ഞില്ലേ. സമ്പത്തായിരിക്കാം, അതോ ജാതിയായിരിക്കാം, പങ്കാളി ഉള്ളതായിരിക്കാം, നിങ്ങൾക്ക് വയസ്സ് കൂടുതലായിരിക്കാം, സൗന്ദര്യമില്ല എന്ന തോന്നലായിരിക്കാം. നിങ്ങളുടെ കുറവുകളെ മാത്രമാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കൂടുതലുകൾ ഉള്ള ആളാണ്, അത് മനസ്സിലാക്കുക. നിങ്ങൾ അവർക്ക് സമനായിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണല്ലോ പ്രപഞ്ചം നിങ്ങളെ തിരഞ്ഞെടുക്കാൻ കാരണം. ഒരാളുടെ കണ്ണിന് ഇഷ്ടമായിട്ടാണ് ഇഷ്ടം പറയുന്നത്. പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ ചിന്തിച്ച് തലമുണ്ടാക്കുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നിങ്ങളെ മത്സരിക്കാൻ മറ്റൊരാളുണ്ട്, നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നു എന്നാണ്. അതിൻ്റെ ആവശ്യമില്ല. അത് അവഗണിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. അതിലേക്ക് നിങ്ങൾ നോക്കാൻ പാടില്ല. നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ കയ്യിൽ വിളക്കിരിക്കുന്നുണ്ട്. ആ വിളക്ക് അവരുടെ സ്നേഹമാണ്. കണ്ണടച്ചിരുട്ടാക്കുകയാണ് ഇപ്പോൾ. അത് വേണ്ട എന്നാണ് പറയുന്നത്. അവർ നിങ്ങളെ തന്നെ കാത്തിരിക്കുകയാണ്. അവർക്ക് പോസിറ്റീവായ എനർജിയാണ്. എങ്ങനെ വന്നാലും നിങ്ങളെ കിട്ടുന്നുള്ള ഉറച്ച വിശ്വാസം അവർക്കുണ്ട്. അത് നിങ്ങൾ പിന്തുടരൂ എന്നാണ് ഇവിടെ പറയുന്നത്. അത്രയേ ഉള്ളൂ.
ഇന്ന് സണ്ണ് വന്നതുകൊണ്ട് തന്നെ ഒരു ഐക്യ അല്ലെങ്കിൽ കണ്ടുമുട്ടാനോ നിങ്ങൾ പ്രണയം പങ്കുവെക്കേണ്ട ദിവസമാണ്. ഇന്ന് വളരെ റൊമാൻറ്റിക്കായൊരു ദിവസമാണ്. അതിനെങ്ങനെ പാഴാക്കി കളയരുതേ, നശിപ്പിക്കരുതേ എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം നിങ്ങളെ നശിപ്പിക്കാനാണ് ഭയങ്കര തീക്ഷ്ണമായ നോട്ടത്തോടുകൂടി ലിലിത്ത് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് കുറച്ച് പറഞ്ഞപ്പോഴേക്കും തന്നെ ഒരാൾക്ക് ഭയങ്കരമായിട്ട് പൊള്ളി, നെഗറ്റീവ് പഠിപ്പിക്കാൻ വേണ്ടി വരികയാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ 5 ആണ്ടിൽ ഇത്രയും മെസ്സേജുകളാണ് വന്നിരിക്കുന്നത്. അതേ 5 ആണ്ട് വെച്ചിട്ടാണ് മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾക്കിന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ള ദിവസമാണെന്ന്. അങ്ങനെ പറയാൻ എനിക്കും അറിയാം, പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. ഇവിടെ എന്ത് എനർജി വരുന്നോ അത് മാത്രമേ എനിക്ക് പറയാൻ പാടൂ. നിങ്ങൾക്കൊക്കെ അറിയാലോ ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ സംഭവിച്ചതും ഇവിടുത്തെ ഭയങ്കരമായ എനർജിയാണ് വരുന്നതെന്നും അത് ഒരു ഈശ്വരൻ്റെ സാന്നിധ്യമാണെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ തരുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് പറയുള്ളൂ. ആദ്യമൊക്കെ ഇത്തിരി വഴക്കിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലാണ് നിങ്ങളുടെ തുടക്കമെങ്കിലും പിന്നീട് അവസാനം എത്തിയത് സണ്ണിലാണ്. ലിലിത്തൊക്കെ പോയി പണി നോക്കട്ടെ എന്ന്. അത് ഇരുട്ടിൻ്റെ ദേവിയാണ്, ഗോഡ് ഓഫ് ഡാർക്ക് എന്നാണ് പറയുക. അപ്പോൾ അവരവിടെ ഇരുന്നോട്ടെ, ഇവിടെ വെളിച്ചത്തിൻ്റെ രാജകുമാരൻ മുന്നിലിരിക്കുന്നു. രാവും പകലും ആണ് ജീവിതം, ഇരുട്ടും വെളിച്ചം ഉണ്ടാവും. നമ്മൾ ഇരുട്ട് വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ പ്രകാശം കൊണ്ട് മുന്നോട്ട് പോവുക. നമുക്ക് കിട്ടുന്നുള്ളതാണ് ആ പ്രകാശം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആവും എന്നാണ് ഇന്നത്തെ സന്ദേശം തന്നിരിക്കുന്നത്. ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുക. ബാക്കിയൊന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് നെഗറ്റീവും കൂടി പറയാം. അത് പറയാതെ നമുക്കിത് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇവിടെ നെഗറ്റീവായിട്ട് പറയുന്ന ആദ്യം തന്നെ 5 ആണ്ടാണ്. നിങ്ങൾ തമ്മിൽ വഴക്കടിച്ചു, ഹെരഫൻ്റാണ്, ഒന്നിലധികം പേരുമായി പ്രണയത്തിലാണ്, ഫിസിക്കൽ ബന്ധത്തിലാണ്. 3 പേരെങ്കിലും ഇപ്പം ഉണ്ട് നിലവിൽ. ഒന്ന് ഭാര്യയായിരിക്കാം, മറ്റൊന്ന് നിങ്ങളായിരിക്കാം. ഇനി അതുകൂടാതെ മറ്റൊരാളും കൂടി ഇവിടെ കാണുന്നുണ്ട്. എല്ലാവരുമായിട്ട് ഫിസിക്കൽ ബന്ധമുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ തന്നു അത് മറ്റൊരാൾക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ കണ്ണു കാണാത്ത പോലെ ഇരുട്ടിൽ തപ്പിത്തടയാണ്. ഒരു പക്ഷേ അവർ വിവാഹം കഴിക്കാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ. അതിൽ 3 ഓപ്ഷനുകളിൽ ഒരാളെ ആയിരിക്കാം തിരഞ്ഞെടുക്കുന്നുണ്ടാവുക. ടീം വർക്ക്, ഒപ്പം വർക്ക് ചെയ്യുന്നവരായിരിക്കാനോ അല്ലെങ്കിൽ ഒപ്പം പഠിച്ചവരായിരിക്കാനോ സാധ്യതയുണ്ട്. 10 വാണ്ട്, ഉത്തരവാദിത്തങ്ങൾ കൂടുതലായി നിങ്ങൾക്ക് എന്നാണ് പറയുന്നത്. മനസ്സിന് ഭാരമായി എന്നാണ് പറയുന്നത്. ലിബ്ര വന്നു, നിങ്ങൾക്ക് നീതി കിട്ടിയില്ല, കൺഫ്യൂഷൻ തീരുന്നില്ല എന്നാണ്. ലിലിത്ത് യാതൊന്നും ചിന്തിക്കാതെ പറയുന്നു നോ എന്ന്, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന്, നിങ്ങൾക്ക് തരില്ല എന്ന്. അപ്പോൾ ഇതുപോലൊരു തേർഡ് പാർട്ടി ആയിരിക്കാം അവരെ വശീകരിച്ച് കൊണ്ടുപോയിട്ടുണ്ടാവുക. ഇനി സണ്ണ് വന്നിട്ടുണ്ട്. സണ്ണ് പറയുന്നു നിങ്ങൾ മുന്നോട്ട് പോകൂ, ഇതിൽ തന്നെ സ്റ്റക്കായി നിൽക്കരുതേ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നെഗറ്റീവായാലും പോസിറ്റീവായാലും. ഇനി എനിക്ക് പറയാനുള്ളത് ഈ ചേട്ടന്മാരോട് എല്ലാവരോടും കൂടിയാണ്. നല്ലതുപോലൊരു ബ്ലാക്ക് മാജിക് എനർജി ഇവിടെ വന്നിട്ടുണ്ട്. സ്വർഗത്തിൽ ആദത്തിൻ്റെ ഭാര്യയായി ആദ്യം കൊടുത്തത് ലിലിത്തിനെയാണ്. അവന് വഴങ്ങിയില്ല. അവളൊരു സ്വാർത്ഥ അല്ലെങ്കിൽ ഒരു താന്തോന്നിയായിരുന്നു. അത് കാരണം അവൾ ഇഷ്ടപ്പെട്ടത് ആദത്തിനെയല്ല സാത്താനെയാണ്. അങ്ങനെ സാത്താനുമായി ചേർന്ന് അവൾ അവിടുന്ന് പുറത്താക്കപ്പെട്ട് വന്നിട്ട് സാത്താൻ്റെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുകയാണ്. സാത്താൻ്റെ സന്തതികൾ വേണ്ടെന്ന് പറഞ്ഞാൽ ദൈവം ഇടപെട്ട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കുകയാണ്. അതോടുകൂടി അവൾക്ക് പകയായി. അങ്ങനെ മനുഷ്യരൂപത്തിലുള്ള എല്ലാവരെയും മാത്രമാണ് അവൾ ഉപദ്രവിക്കാൻ വേണ്ടി ഇറങ്ങിയ നെഗറ്റീവ് ശക്തിയായിട്ടാണ് ലിലിത്തിനെ കാണുന്നത്. അവൾക്ക് പ്രണയിക്കുന്നവരെ ഇഷ്ടമല്ല, അതുപോലെ ഒരു ഐശ്വര്യവും ഇഷ്ടമല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ലിലിത്താണ്. അതാണ് ഞാൻ അത് പറയാൻ കാരണം. ചിലപ്പോൾ ദുർമന്ത്രവാദത്തിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനയിലൂടെയൊക്കെ നിങ്ങളെ അകറ്റാൻ, മധ്യമാർഗം എന്നൊക്കെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അകറ്റാൻ ശ്രമിക്കുന്നവരുണ്ടാവാം. അതുപോലുള്ള വലിയ പണികളൊന്നും ചെയ്യില്ല. നമ്മൾ 19-ാം നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ടിൽ ചെയ്തിരുന്ന മാന്ത്രിക കർമ്മങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറഞ്ഞിരുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞതും അതാണ്, രോധനം. ഇന്ന് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഇതിൻ്റെ പേര് ഉച്ചേലി എന്നാണ്. ഇത് ജീവനോടെ ഒരു കോഴിയെ കുഴിച്ചിടുകയാണ് മണ്ണിനടിയിൽ. അതിൻ്റെ മുകളിലാണ് ഹോമകുണ്ഡം തയ്യാറാക്കുക. അതിന് സാമഗ്രികളൊക്കെ കുറവാണ്, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അവസാനം ഒരു പാവയുണ്ടാക്കും, മനുഷ്യൻ്റെ പാവ ഉണ്ടാക്കുകയാണ്. മനുഷ്യൻ്റെ പാവ ഉണ്ടാക്കിയിട്ട് അത് ഈ ശത്രുവിനെയാണ് വിചാരിച്ചാണ് ഈ പാവ ഉണ്ടാക്കുന്നത്. അതിനെ തലങ്ങും വിലങ്ങും അങ്ങ് കുത്തി നശിപ്പിക്കുകയാണ്. ഈ പാവയെ നശിപ്പിച്ച ശേഷം ഹോമകുണ്ഡത്തിന് തീയിടും. ആദ്യം തീയിട്ടിട്ടില്ല, പിന്നെ തീയിടും. ആ പാവയെ അതിലേക്കിടും, ഈ ശത്രുവിനെ അതിലേക്കിടും. അതെല്ലാം കത്തിക്കഴിഞ്ഞ് നെയ്യ് അല്ലെങ്കിൽ എണ്ണ അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിലിടും. അതിലേക്ക് പിന്നെ പ്രത്യേകിച്ച് ചില വസ്തുക്കൾ കൂടി ഇടുന്നുണ്ട്. ഇതെല്ലാം കത്തി തീർന്നു കഴിഞ്ഞിട്ട് ഈ മണ്ണിൽ കുഴിച്ചിട്ട കോഴി എന്തായി നോക്കും. അപ്പോൾ ഈ കത്തിച്ച ഹോമത്തിലും ഒരു കോഴിയെ ബലി കൊടുക്കും.
ചോര വീഴ്ത്തും. അതിനുശേഷം ഈ മണ്ണിൽ കുഴിച്ചിട്ട കോഴി എന്തായി നോക്കാൻ വേണ്ടി മണ്ണ് മാന്തി നോക്കുമ്പോൾ ആ കോഴി അപ്പോഴും ജീവനോടുകൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവരുടെ പൂജ ഫലിച്ചു എന്നാണ്. അപ്പോൾ ഇവർ ഒരു ശത്രുവിനെ വിചാരിച്ചാണ് ഈ പൂജ ചെയ്യുന്നത്. ആഭിചാരം, ആ ശത്രു നശിക്കുകയാണ്, അല്ലെങ്കിൽ ശത്രുവിൻ്റെ കുടുംബത്തോടു കൂടി ഉന്മൂലനാശം വരികയാണെന്നാണ് ഈ കോഴി ജീവനോടുണ്ടെങ്കിൽ അതിൻ്റെ നിമിത്തം നോക്കുന്നത്. ഇതൊക്കെ ആഭിചാരങ്ങളിൽ പെടുന്നതാണ്. ഇങ്ങനെ ഒരുപാട് കർമ്മങ്ങളുണ്ട്. എന്നാൽ ഇന്ന് ആധുനിക ലോകമാണ്. അതിനുള്ള പൂജകളും അതിനുള്ള പ്രതിവിധികളൊക്കെ വേറെ രീതിയിലായിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, മൃഗബലിക്ക് പകരമാണ് കുമ്പളങ്ങ വെട്ടിയിട്ട് ബലിയുടെ തുല്യമായിട്ട് വയ്ക്കുന്നത്. ഇനി ചോരയ്ക്ക് പകരമാണ് ഗുരുതി തയ്യാറാക്കുന്നത്. അതിൽ കൂട്ടുന്ന വസ്തുക്കൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അങ്ങനെ അങ്ങ് ചുവന്ന വെള്ളം കലക്കി വെക്കാനൊന്നും പാടില്ല. അതിൽ ചില സാധനങ്ങൾ പ്രത്യേകിച്ച് ഉപയോഗിക്കാനുണ്ട്. ഇനി പാശ്ചാത്യ രീതിയിലുള്ള മന്ത്രവാദമാണെങ്കിൽ സ്വിച്ച് വേർഡ് വഴിയാണ് ശത്രുവിനെ ഇല്ലാതാക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ശത്രു ഉണ്ടെങ്കിൽ അവരെ അകറ്റാനുള്ള പണികളെടുക്കുന്നത്. അതൊക്കെയാണ് ഇപ്പോഴത്തെ രീതികൾ. അപ്പോൾ ഇപ്പോൾ അതിനൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ അതൊക്കെ നിർത്താൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇതൊന്നും ശുഭമായ കാര്യങ്ങളല്ല. ഇപ്പോൾ ശത്രുവിനെ ജയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു തൽക്കാലം എന്ന് വിചാരിച്ചോ, പിന്നീട് നിങ്ങൾക്ക് തന്നെയാണ് നാശം തുടങ്ങുക. എറിഞ്ഞ ബന്ധം നിങ്ങളിലേക്ക് വരും. ഒരിക്കലും ഈ വക രീതിയിലേക്ക് നിങ്ങൾ മനസ്സ് പോകാൻ പാടില്ല. എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ഏറ്റിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധികളായിട്ട് നമ്മുടെ എല്ലാ അമ്പലങ്ങളിലും പൂജകളുണ്ട്. സ്വാത്വികമായ പൂജകൾ. അത് നിങ്ങൾക്കോ ശത്രുവിനോ മറ്റുള്ളവർക്കോ ദോഷമില്ലാത്ത കാര്യങ്ങളാണ്. ഇതുപോലുള്ള ശത്രുദോഷം ഏറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമിതമായിട്ട് സ്കിന്ന് ചൊറിയുക, തടിക്കുക, ഡോക്ടറെ കാണാൻ പോയാൽ നിങ്ങൾക്ക് അസുഖമൊന്നും ഉണ്ടാവില്ല. ക്ഷീണം തോന്നുക, അമിതമായിട്ട് രക്തമില്ലാത്ത അവസ്ഥയാവുക. ഞാൻ പറഞ്ഞില്ലേ, പ്രഗ്നൻ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് നാശം വരിക. ഇതുപോലുള്ള ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാവുക. സമ്പത്ത് ഇരിക്കാതിരിക്കുക, ഭാര്യയും ഭർത്താവും എപ്പോഴും കലഹം ഉണ്ടായിക്കൊണ്ടിരിക്കുക, പ്രണയത്തിലും എപ്പോഴും കലഹം. നിങ്ങൾക്ക് എപ്പോഴും മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. മാനസിക സമ്മർദ്ദം തരുന്ന ഓരോരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഹെൽത്തിന് എപ്പോഴും പ്രശ്നമായിരിക്കും. എപ്പോഴും ആശുപത്രിയിൽ കാശ് കൊണ്ടേ കൊടുക്കേണ്ടി വരും. ഇതൊക്കെയാണ് ആഭിചാരം പോലുള്ള ശത്രുദോഷങ്ങൾ, ക്ഷുദ്രം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ അത്രയും പഴയ പോലെയൊന്നും ചെയ്യുന്നില്ലെങ്കിലും ഇപ്പോഴും കുരുട്ടുബുദ്ധിയും കുരുട്ട് വിദ്യകളുമായിട്ട് ചില ആളുകളൊക്കെ നമുക്ക് ഇടയിലുണ്ട്. എനിക്കൊന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. അത്തരം ആളുകളെ നിങ്ങൾ സമീപിച്ചിട്ടുണ്ടെങ്കിൽ സമീപിക്കുകയല്ല ചെയ്യേണ്ടത്, അവരെ ഒന്ന് സമൂഹത്തിന് പരിചയപ്പെടുത്തണം. ഇന്നത്തെ കാലത്ത് അത്തരം ആളുകൾ വേണ്ട. നിങ്ങളും എല്ലാവരും തീരുമാനിക്കണത്. നല്ല ആളുകൾ മാത്രം മതി. ദുർമന്ത്രവാദം ചെയ്യുന്ന ആരും വേണ്ട. അതിന് ഏത് രൂപത്തിലാണ് പറയുന്നതെങ്കിലും അത്തരം ആൾക്കാരെ നിങ്ങൾ അടുപ്പിക്കാൻ പാടില്ല. അത്തരം ആളുകളുടെ അടുത്ത് പോകാനും പാടില്ല. ശത്രുദോഷം ഏറ്റിട്ടുണ്ടോ അതിന് പ്രതിവിധികളായിട്ട് സാത്വികമായ പൂജകളിൽ ഏർപ്പെടുക, അമ്പലങ്ങളിൽ പോയി തൊഴുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. കൂടുതലും പെൺകുട്ടികൾക്ക് ബാധയേറ്റു എന്നൊക്കെ പറഞ്ഞ് അമ്മമാരൊക്കെ കൊണ്ടുപോകുമ്പോഴാണ് അവർ പീഡിപ്പിക്കപ്പെടുന്നത്. അത് മനസ്സിലാക്കുക. ഈ അടുത്തും കൂടി ഒരു ദുർമന്ത്രവാദം പിടിക്കപ്പെട്ടല്ലോ. പിന്നെ ചില ആളുകൾ ഭയങ്കരമായി പീഡിപ്പിക്കും കുട്ടികളെ, അടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയും. അതൊന്നും അറിയാത്ത ആളുകളാണ്. അറിയുന്നവരിങ്ങനെയുള്ള ഒരു ഗോഷ്ഠിയും കാണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം ആളുകളെ സമീപിക്കാതിരിക്കുക. അത്തരം ആളുകളുണ്ടെങ്കിൽ പേര് പരസ്യമായിട്ട് പറയുക. അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ നിങ്ങൾ ശ്രമിക്കുക. ഇതൊക്കെ 19-ാം 18-ാം നൂറ്റാണ്ടുകളിൽ നടന്നിരുന്ന ദുരാചാരങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ശക്തിയോ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഇപ്പോഴും അതുപോലുള്ള ചില ആളുകളുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഞാൻ താമസിക്കുന്ന ഈ കൊച്ചിയിൽ തന്നെ ധാരാളം സാത്താൻ സേവകരൊക്കെ ഉണ്ട്. വളരെ രഹസ്യമായി നടത്തുന്ന പൂജകളുണ്ട്. ഈ ദുർമന്ത്രവാദം തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ ആധുനിക കാലഘട്ടത്തിലും അതൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇതൊക്കെ പറയുന്നതിനാണ് ഒരു ഏട്ടൻ വന്ന് എന്നെ ഇന്നലെ എന്തൊക്കെയോ നെഗറ്റീവ് പറഞ്ഞിട്ട് പോയത്. അതിലൊന്നും നിങ്ങൾ പോയി പെടരുത് എന്നാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, ഭഗവാനെ വിചാരിക്കുക. ബാക്കിയുള്ളവരെന്തോ കാട്ടിക്കൂട്ടിക്കോട്ടെ, അതൊന്നും നിങ്ങളെ അധികകാലം അലട്ടാൻ പോകുന്നില്ല. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. അതിനു മുമ്പ് ഒന്ന് പറയട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. പരിഹാരം കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹോപ്പാണ്, പ്രതീക്ഷ, റീകൺസിലേഷനാണ്, രാധയും കണ്ണനുമാണ്, മാറോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ പ്രതീക്ഷ ഉള്ളവരുണ്ട്, രാധയും കണ്ണൻ്റെയും പോലുള്ളവരുണ്ട്, റീകൺസിലേഷൻ ഉള്ളവരുണ്ട്. അപ്പോൾ റീയൂണിയൻ ഉണ്ടെന്ന് സണ്ണ് പറഞ്ഞു. ഇന്ന് വിളിക്കും അല്ലെങ്കിൽ കാണും. നിങ്ങളുടെ മാത്രം കാര്യം അറിയാൻ വാട്സപ്പിൽ വരിക. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തരും. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത ശേഷം മാത്രം
എന്നോട് സംസാരിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ അത് വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് മാലാഖയുടെ മെസ്സേജ് നോക്കാം. എന്തൊക്കെയാണ് മാലാഖ തരുന്നത്? വെരി സൂൺ, ഈ അടുത്ത ദിവസങ്ങളിൽ റിട്രീറ്റ്, പലായനം ചെയ്തവർ, കൺട്രോൾ ഇഷ്യൂസ്, റിലീസ് യുവർ എക്സ്. അപ്പോൾ ആരെയാണ് നിയന്ത്രിക്കുന്നത്? അതിന്ന് പുറത്തു കിടക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ പങ്കാളി അങ്ങ് കളയൂ എന്ന് പറയുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നല്ല കാര്യം നടക്കാൻ പോകുന്നവരുണ്ട്. നിങ്ങളിൽ നിന്ന് പലായനം ചെയ്ത ആളെയും കണ്ടു. പങ്കാളികളുടെ കാര്യം മാത്രം കേൾക്കാൻ വരുന്നവരെ എൻ്റെ റീഡിങ് കാണരുത്. ഞാനിവിടെ പല അറിവുകളും നിങ്ങൾക്ക് പകർന്നു തരും. അതുകൂടി കേൾക്കാൻ തയ്യാറുള്ളവർ വരിക. അസഹിഷ്ണുക്കളായിട്ടുള്ള ആരാൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ ആരാൻ്റെ ഭർത്താവിനെ കാത്തിരിക്കുന്നവർ വരാതിരിക്കുക. സത്യസന്ധന്മാർ വരിക. അങ്ങനെ നോക്കി ഇവിടെ ആരും കാണില്ല അല്ലേ? മാരേജാണ്, വിവാഹം നടക്കാൻ പോകുന്നു. മൂവ് ഓൺ ചെയ്തു എന്ന് പറയുന്നുണ്ട്. വിവാഹത്തിൽ നിന്ന് പിന്മാറിയോ? ഇല്ല, റീകൺസിലേഷൻ ഉണ്ട്. വിവാഹത്തിൽ നിന്ന് മാറിയൊന്ന് നിന്നു, പക്ഷേ വീണ്ടും ഇനി അത് നടക്കാൻ പോകുന്നു എന്നാണ്. ഇന്നലെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള റീഡിങ് വന്നു. അതിനെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞപ്പോൾ നെഗറ്റീവ് പറയാൻ വേണ്ടി വരികയാണല്ലേ, അതൊരു ലഹരിയാണല്ലേ എന്ന് ചേട്ടൻ ചോദിക്കുക. ചേട്ടൻ്റെ ലഹരി എന്താണ്? ആരാൻ്റെ ഭാര്യയോ? പച്ചയ്ക്ക് തന്നെ ചോദിക്കട്ടെ, എന്തിനാ ചേട്ടാ ഈ അവിഹിതത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അസഹിഷ്ണുവാൻ നിൽക്കുന്നത്? ഇവിടെ നല്ലവരും കാണുന്നില്ലേ? അവർക്ക് വേണ്ടി ചില അറിവുകൾ പകർന്നു കൊടുക്കുകയല്ലേ. ഇവിടെ താഴെ എത്ര പേരെ വന്ന് കമൻ്റ് ഇട്ട് ഇതുപോലെയാണ് എൻ്റെ ലൈഫ്, ഇതുപോലെയാണ് ഞങ്ങളിപ്പം മുന്നോട്ട് പോകുന്നതെന്ന്. അത് ചേട്ടൻ വായിച്ചില്ലേ? എത്രയോ പേര് പറഞ്ഞു എൻ്റെ ഇന്നലത്തെ റീഡിങ് കണ്ടിട്ട് ഇതുപോലെയാണ് ഇപ്പം ഞങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ചേട്ടൻ പേര് വെളിപ്പെടുത്തിയിട്ടില്ല, ഏതോ സ്ഥാപനത്തിൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പേര് ഞാൻ പറയാത്തത്. ആൾ മൊത്തം ഫേക്കായിരിക്കാം, അതുകൊണ്ടാണ് പേര് പോലും ഇടാത്തത്. അതെന്തെങ്കിലും ആവട്ടെ. നമ്മൾ ഇവരുടെയൊക്കെ കാര്യം പറഞ്ഞിരുന്നാൽ അതിനേ സമയം ഉണ്ടാവും. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക, വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. ഇവിടെ വരുന്ന എനർജിയിൽ വിശ്വസിക്കുക. കാർഡുകൾ പവർഫുള്ളാണെന്നും ഇവിടുത്തെ എനർജി പവർഫുള്ളാണെന്നും അറിയുമെങ്കിൽ നിങ്ങളുടെ മാത്രം കാര്യം നോക്കാൻ വരാം. എന്തുണ്ടെങ്കിലും പറഞ്ഞു തരും.